നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധിക്ക് പിന്നാലെ ആദ്യ പ്രതികരണവുമായി അതിജീവിത. നീതി നിഷേധിക്കപ്പെട്ടെന്നും നിയമത്തിന് മുന്നിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന തിരിച്ചറിവുണ്ടായെന്നുമാണ് അതിജീവിത സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. വിചാരണ കോടതിയെ അവിശ്വസിക്കാൻ 6 കാരണങ്ങളും നടി അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതേസമയം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കൂടി ശിക്ഷിച്ചാലേ അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി ലഭിക്കുമെന്ന് നടി മഞ്ജു വാര്യരും പ്രതികരിച്ചു. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ആദ്യം അതിജീവിതയുടെ പ്രതികരണമാണ്. വളരെ വിശദമായ ഒരു കുറിപ്പാണ്. 2 ദിവസങ്ങൾക്കിപ്പുറമാണ് ഈ പ്രതികരണം വരുന്നത്. അതിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. പലപ്പോഴും ഉണ്ടായ വിമർശനങ്ങളെയൊക്കെ എങ്ങനെയാണ് താൻ കണ്ടത് എന്നുകൂടി നടി സൂചിപ്പിക്കുകയാണ്. ദിവിഷ, ഈ വിധിന്യായം പുറത്തു വന്ന 2ാമത്തെ ദിവസമാണ്. ആദ്യ പ്രതികരണവുമായി അതിജീവിത സമൂഹ മാധ്യമത്തിൽ രംഗത്ത് വന്നിരിക്കുന്ന. പ്രത്യേകിച്ച് ആ വിധി വായിച്ച ശേഷം പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ പ്രതികരണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവർ പറയുന്നത് ആദ്യ വരി തന്നെ ഇങ്ങനെയാണ്: 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. അവർ അത് പറയുന്നത് ഈ കേസിലെ 6 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിനെ കുറിച്ചാണ്. അപ്പോൾ അവർ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കേസ് തന്നെ കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ മറ്റൊരു തരത്തിൽ ഈ കേസിനെ മാറ്റി തീർക്കാനുള്ള ചില നീക്കങ്ങളും ഉണ്ടായി. അത് എല്ലാം തള്ളിക്കളയുന്നതാണ് ഈ 6 പ്രതികൾക്കുമുള്ള ശിക്ഷ. അതായത് ഈ കേസിൽ തനിക്കെതിരെ നീങ്ങിയവർക്കെതിരെയുള്ള മറുപടി കൂടിയാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർക്കെതിരായ ശിക്ഷ എന്നതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ പിന്നീട് വിശദീകരിക്കുന്നത് പൾസർ സുനി അവരുടെ ഡ്രൈവറാണ് എന്ന രീതിയിൽ ചില പ്രചാരണങ്ങൾ നടക്കുന്നു. അതിനുള്ള മറുപടി കൂടി പറയുകയാണ്. പൾസർ സുനി എന്ന ഈ കേസിലെ 1ാം പ്രതി ഒരിക്കലും തൻ്റെ ഡ്രൈവറോ പേഴ്സണൽ ഡ്രൈവറോ ജീവനക്കാരനോ ആയിരുന്നില്ല. 2016 ഒരു സിനിമാ ലൊക്കേഷനിൽ വെച്ച് 1-2 തവണ കണ്ടിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഇയാളുമായി തനിക്ക് ഒരു വ്യക്തിപരമായ പരിചയമോ മറ്റോ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിനുശേഷമുള്ള അവരുടെ പേജുകളിലാണ് മറ്റു വിമർശനങ്ങൾക്കുള്ള മറുപടി അവർ നൽകിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടേക്ക് വരുമ്പോൾ ഈ വിധി പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പക്ഷേ തനിക്ക് ഈ വിധിയിൽ ഒരു അത്ഭുതവുമില്ല. 2020 അവസാനത്തിൽ തന്നെ ഇതെങ്ങോട്ടേക്കായിരിക്കും പോകുന്നത് എന്നത് തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്നതാണ് അതിജീവിത പറയുന്നത്. അതിന് അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് പിന്നീട് വിശദീകരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ നിന്നും തീർത്തും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും ഒക്കെ തന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ തനിക്ക് അവിടെയൊന്നും നീതി കിട്ടിയിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരാളിലേക്ക് വരുമ്പോൾ മാത്രം ഈ അടുക്കുമ്പോൾ കേസിന്റെ അതുവരെ കൈകാര്യം ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് അവർക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. അതായത് കേസിലെ 8ാം പ്രതിയായ ദിലീപിനെ തന്നെയാണ് അവർ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി അവർ പറയുന്നു. ഇതിന്റെ 3ാമത്തെ പേജിലേക്ക് വരുമ്പോഴാണ് നിലവിലുള്ള നിയമ സംവിധാനത്തിൽ അവർക്ക് ഉള്ള അവിശ്വാസം അവർ രേഖപ്പെടുത്തുന്നത്. നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ നേരിട്ട മാനസികമായ പീഡനങ്ങളും അതിനുശേഷം ഈ കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടികളും ഒക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ രീതിയിലേക്ക് അവർ വരുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ കോടതിയുമായി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്, കോടതിയിൽ നിന്ന് തനിക്ക് നീതി കിട്ടാതെ വന്ന സാഹചര്യങ്ങൾ, എന്തൊക്കെ കാരണങ്ങളാണ് തനിക്ക് അവിശ്വസിക്കേണ്ടി വന്നതിൻ്റെ ഒരു 6 കാരണങ്ങൾ അവർ നിരത്തുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി. അത് അവരുടെ സ്വകാര്യ ആദർശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിലെ കൃത്യമായ ഒരു അന്വേഷണവും അവർക്ക് നീതി കിട്ടാതെയും വന്നു. അതോടൊപ്പം തന്നെ കേസിലെ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോകുന്നു. അത് കോടതിയും പ്രോസിക്യൂഷനും തമ്മിലൊരു ശത്രുതാ മനോഭാവത്തിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അവർ രാജിവെച്ചു പോകുന്നത്. അങ്ങനെയുള്ള പല കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 6 കാരണങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് സാധാരണ ഇരയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കോടതിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഒക്കെ നടക്കുന്നത്. അതൊരു ഘട്ടത്തിൽ വെച്ച് അത് തുറന്ന കോടതിയിൽ എല്ലാവർക്കും അവിടെ എന്ത് സംഭവിക്കുന്നു എന്നത് അറിയാൻ കഴിയട്ടെ, അതുകൊണ്ട് അത് മാറ്റണമെന്ന് താൻ ആവശ്യപ്പെട്ടു. പക്ഷെ അതിന് കഴിഞ്ഞില്ല, അത് അംഗീകരിക്കപ്പെട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. അങ്ങനെ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ നേരിട്ട മാനസിക പീഡനങ്ങൾ അതിനെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഈ കേസിൽ നീതി കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വലിയ പ്രതികരണമാണ്, മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടുള്ള പ്രതികരണമാണ് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിലൊപ്പം മഞ്ജു വാര്യരുടെ പ്രതികരണം കൂടി വരുന്നുണ്ടല്ലോ. അതിലും കോടതിയിലുള്ള വിശ്വാസം, നീതി സംവിധാനത്തിലുള്ള വിശ്വാസത്തെ കുറിച്ച് തന്നെയാണ് മഞ്ജു വാര്യർ സൂചിപ്പിക്കുന്നത്.
തീർച്ചയായും അതിജീവിതയ്ക്ക് പിന്നാലെ മഞ്ജു വാര്യരും കൂടി തന്റെ പ്രതികരണവുമായി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കേസിൽ കുറ്റവിമുക്തനായി പുറത്തിറങ്ങുന്ന കേസിലെ 8ാം പ്രതി ദിലീപിന്റെ ആദ്യ പ്രതികരണം, കോടതിയുടെ കോമ്പൗണ്ടിൽ നിന്നുള്ള ആദ്യ പ്രതികരണം, അതിൽ പറയുന്നത് മഞ്ജു വാര്യരെ കുറിച്ചാണ്. ദിലീപിന്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് ദിലീപ് പറയുന്നത് മഞ്ജുവിന്റെ വാക്കുകളിൽ നിന്നാണ് തനിക്കെതിരായി ഈ കേസിന്റെ ഗൂഢാലോചന തുടങ്ങുന്നത്. നമുക്കറിയാം, എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന ഒരു പ്രതിഷേധ യോഗത്തിലാണ് മഞ്ജു വാര്യരാണ് ഈ കേസിന് പിന്നെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം മുന്നോട്ട് വെച്ചതിനു ശേഷം തനിക്കെതിരെ ഗൂഢാലോചന തുടങ്ങി എന്നതാണ് ദിലീപ് പറഞ്ഞത്. അതിനും ചേർത്തുള്ള ഒരു മറുപടിയാണ് ഇന്ന് മഞ്ജു വാര്യർ നൽകിയിരിക്കുന്നത്. നിയമ സംവിധാനത്തോട് ബഹുമാനമുണ്ട്, പക്ഷേ അതിജീവിതയ്ക്ക് ഇവിടെ നീതി കിട്ടിയിട്ടില്ല. കാരണം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് പിന്നിൽ ഗൂഢാലോചനക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. ആ പുറത്തു നിൽക്കുന്ന ഗൂഢാലോചനക്കാർ പുറത്തു നിൽക്കുന്നത് ആരെയും ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ് ഈ ദിലീപിന്റെ വാക്കുകൾക്ക് ഉള്ള ഒരു മറുപടി തന്നെയായി മഞ്ജു വാര്യർ ഈ കേസിൽ കൊടുക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. താൻ അന്നും ഇന്നും എന്നും അതിജീവിതയ്ക്കൊപ്പമായിരിക്കും, തുടർന്നുള്ള നിയമ പോരാട്ടങ്ങളിലും ഒപ്പം ഉണ്ടാകുമെന്നത് തന്നെയാണ് അവരുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ അതിജീവിതയുടെ പ്രതികരണം വന്ന് മിനിറ്റുകൾക്കകമാണ് മഞ്ജു വാര്യർ തന്റെ ആദ്യ പ്രതികരണം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ദിലീപ് അവർക്കെതിരെ കൃത്യമായ ചില വിമർശനങ്ങളുമായി രംഗത്ത് വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയുള്ള മറുപടിയാണ് മഞ്ജു വാര്യരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഗൂഢാലോചനക്കാർ പുറത്തു നിൽക്കുന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് എന്ന വരിയിലൂടെ കൃത്യമായും ദിലീപിനെ തന്നെ മഞ്ജു വാര്യർ ലക്ഷ്യമിടുകയും ചെയ്യും.